ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നാടൻ വിഭവങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട്, ഗോതമ്പ് കൊണ്ട് ഉള്ള കഞ്ഞി. പിന്നെ എല്ലാവരും സാധാരണ ഉണ്ടാക്കാറുള്ള ഇടിയപ്പം. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു പഴമാങ്ങാച്ചാർ, പേര് ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ അതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ ആദ്യ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പരി ഉണ്ടല്ലോ, അതും ചെറുപയറും ഉലുവയും കൂടെ ഇട്ട് വേവിച്ചെടുക്കണം. നല്ലപോലെ കഴുകിയിട്ട് കണ്ടോ, കുക്കറിനകത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഉപ്പ് ഇടണം, മഞ്ഞപ്പൊടി ഇടണം. അങ്ങനെ മഞ്ഞപ്പൊടി, ഉപ്പ്, ചെറുപയർ, നുറുക്ക് ഗോതമ്പ്, ഉലുവ ഇത്രയും കൂടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ചേർക്കാനായിട്ട് തേങ്ങ, പിന്നെ ഇഞ്ചി, മുളക്, കുറച്ച് ജീരകം ഇത്രയും കൂടെ അരച്ചെടുക്കണം. എന്നിട്ട് ആ തേങ്ങ അരച്ചതിനകത്തോട്ട് കുറേ പൊടികൾ ചേർക്കാനുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് കായപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ വേവിച്ച കഞ്ഞിക്കൂട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ്. പിന്നെ കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ വേവിക്കാൻ നേരം കുരുമുളകും കൂടെ അതിനകത്തോട്ട് ഇടണം. ഇനി ഇതിൻ്റെ ഏറ്റവും നല്ല സ്വാദെന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് അതൊന്ന് വറുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നല്ല ചൂട് കഞ്ഞിയുടെ പുറത്തോട്ട് ഈ ഉള്ളി മൂപ്പിച്ചതും കൂടെ അങ്ങോട്ടിടുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു മണമാണ്. നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക്. വയറിനുമൊക്കെ നല്ല ഇതാണ് ഈ കഞ്ഞി. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്കായിട്ട് ഇതിപ്പോൾ വീണ്ടും ഞാൻ ഷെയർ ചെയ്യുന്നു. കണ്ടോ, ഉള്ളി മൂപ്പിച്ച് അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഒരു ദിവസം ഉച്ചയ്ക്കുള്ള ആഹാരമാണ്. കഞ്ഞിയും വേറെ പ്രത്യേകിച്ച് ചമ്മന്തിയൊന്നും ഇതിന് വേണ്ട, കുറച്ച് അച്ചാർ മാത്രം മതി. ഇത് വേറെ അടുത്ത ദിവസം. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ് ഇടിയപ്പം. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്നോ, നമ്മൾ ഇടിയപ്പം കുഴയ്ക്കുമ്പം ആ മാവ് ആദ്യമേ നമ്മൾ ഇതുപോലെ ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ പൊടി വെച്ചിട്ട് തട്ടിനകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പം കുഴച്ചെടുക്കാനായിട്ടും അതേപോലെ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അതിനകത്തുനിന്ന് വരാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇടിയപ്പത്തിനുള്ള പൊടി ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ചു. ഇനി നമുക്കതിന് കറി വേണമല്ലോ. അപ്പോൾ അതിന് സാധാരണ എല്ലാവരും വെക്കുന്ന പോലുള്ള ഉരുളക്കിഴങ്ങ് കറിയാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് 2 സവാളയൊക്കെ എടുത്തു. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലോട്ട് വെച്ചപ്പോൾ ഒരടുപ്പേ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ആവിയൊക്കെ കയറി. ഇനി നമുക്കതെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. എന്നിട്ട് കണ്ടോ, നല്ല പെട്ടെന്ന് വരും കേട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ചുറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ആവി കയറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇടിയപ്പം എല്ലാം ചുറ്റിക്കഴിഞ്ഞു. പിന്നെ ഈ ഇടിയപ്പത്തിൻ്റെ ബാക്കി മാവ് കൊണ്ടുണ്ടല്ലോ ഈ ഉണ്ട ഉരുട്ടി വെക്കാം ആ ഇടിയപ്പത്തിൻ്റെ തട്ടിലോട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അതിന് നല്ല ടേസ്റ്റാണ്. എനിക്ക് ശരിക്കും അതാണ് ഇഷ്ടം. ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പം കുറച്ച് മാവ് ബാക്കി ഇനി വന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് മാവ് അതിനായിട്ട് വെച്ച് അങ്ങനെ ബോളാക്കി അതിനകത്ത് തന്നെ വെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിയപ്പം എല്ലാം ചുറ്റി നമ്മൾ വേവാനായിട്ട് വെച്ചു. ഇനി നമുക്ക് കറി വെക്കാം. അപ്പോൾ അതിനെ കടുക് വറുത്തിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കും. അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ശകലം കൂടെ വേവാനുണ്ടായിരുന്നത് കൊണ്ട് ഞാനതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചട്ടുകം വെച്ച് തന്നെ ഒന്ന് മുറിച്ച് ഇതിനകത്തോട്ട് ചേർത്തു. എന്നിട്ടൊരു പച്ചമുളക് ഇട്ട് ഇളക്കി നമ്മുടെ ഇടിയപ്പത്തിനുള്ള കറി തയ്യാറാക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഇടിയപ്പ കൊഴുക്കട്ട.
ഇതേപോലാണ് നമ്മൾ ഉണ്ടയാക്കി അതിനകത്ത് വെച്ച് വേവിച്ചെടുത്തത്. അപ്പം നമ്മുടെ കറിയെല്ലാം ആയിക്കഴിഞ്ഞു, ഇടിയപ്പവും ആയിക്കഴിഞ്ഞു, ഇടിയപ്പത്തിൻ്റെ ഉണ്ടയും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ കറി കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പം നമ്മുടെ അപ്പു വന്നു, അവന് കഴിക്കാൻ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ടേസ്റ്ററെല്ലാം ഇവനാണ്, എന്തോ ഉണ്ടാക്കിയാലും അവനാണല്ലോ പരീക്ഷിക്കാനുള്ളത്. അങ്ങനെ അവന് ഇതൊന്നും പിന്നെ പരീക്ഷണമല്ല, ഇതൊക്കെ അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇടിയപ്പവും ഈ കിഴങ്ങേറി. കണ്ടോ, ബോൾ അവന് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അത് ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി അവന് കൊടുത്തന്നേ ഉള്ളൂ. വീഡിയോ എടുത്തു കഴിഞ്ഞ് അവന് ബോൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം കഴിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഇതായിരുന്നു. ഇതങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. എന്നാലും ഇത് ഉണ്ടാക്കാൻ കുറച്ച് മെനക്കേടായതുകൊണ്ട് ഞാനങ്ങനെ എന്നൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മാവ് കൊണ്ട് ബാക്കിയും കൂടെ ഉണ്ടാക്കി വെച്ചപ്പോൾ വൈകിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ മാവെല്ലാം ഇടിയപ്പമാക്കി വെച്ചു. ഇനി ഇത് ഉച്ചക്കലത്തേക്കുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ക്യാബേജ് തോരനാണ്. അപ്പം കുറച്ച് ദിവസമായി ക്യാബേജൊക്കെ മേടിച്ചിട്ട്, അപ്പോൾ ക്യാബേജ് മേടിച്ചുകൊണ്ട് വന്നു അവനങ്ങനെ ക്യാബേജ് തോരനും. ഇനിയാണ് എൻ്റെ പരീക്ഷണം, നമ്മുടെ പഴമാങ്ങാച്ചാറ്. ശരിക്കും അത് പഴമാങ്ങാച്ചാറായിപ്പോയതാണേ. ഇത് കണ്ടോ, ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഉണ്ടയാ ഇഷ്ടമെന്ന്. അതും കറിയും കൂട്ടി അങ്ങനെ കഴിക്കുവാണ്. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ തോരനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മാങ്ങ അങ്ങനെ പച്ച മാങ്ങയായിട്ട് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. കൂട്ടാൻ വെക്കാനൊക്കെ ഞാൻ എടുത്ത് തൊലിയൊക്കെ ചെത്തിയപ്പം അത് പഴുത്ത മാങ്ങയാണ്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യാനാ, അങ്ങനെ ഐഡിയ തോന്നി അത് പഴമാങ്ങാച്ചാറാക്കി. അപ്പോൾ നമുക്കതിന് മുമ്പ് തോരൻ വെക്കണമല്ലോ. അപ്പോൾ കടുക് വറുത്തിട്ടിട്ട് അതിനകത്തോട്ട് ഉഴുന്നിട്ട് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നമ്മുടെ ക്യാബേജും അതിനകത്ത് കുറച്ച് സവാളയും കൂടി ഇട്ടു. ക്യാബേജും സവാളയും കൂടെ അടിപൊളി ടേസ്റ്റാണല്ലോ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ് സവാള ഇട്ടു, അതൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ക്യാബേജും കൂടെ ഇട്ടു. അപ്പം ഞാൻ തോരനാണെങ്കിലും തേങ്ങ ഇടുന്നില്ല. ഇത് നല്ലപോലെ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈയിടെ ഒരിടത്ത് ചോറുണ്ണാനായിട്ട് പോയല്ലോ ഹോട്ടലിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ ക്യാബേജ് തോരനുണ്ടായിരുന്നേ. അപ്പം തോരന് എന്നാൽ അവർ പറഞ്ഞെങ്കിലും അതിനകത്ത് തേങ്ങയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കഴിച്ചപ്പോൾ തോന്നി ഇങ്ങനെ അവർ വെച്ചേക്കുന്നതെന്ന്. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടി വെക്കുവാണെങ്കിൽ കടുക് വറക്കത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ കേട്ടോ. കടുക് വറക്കാതെ കഷ്ണം മാത്രം വേവിച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അതിന് മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ തോരനാണെങ്കിൽ അതിനകത്ത് തേങ്ങ ഇടും. പക്ഷേ ഇത് തേങ്ങയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല ക്യാബേജ് കണ്ടോ, തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞിരുന്നത്, കുറച്ച് വലുതായിട്ടായിരുന്നിരുന്നത്. അപ്പം ഞാനും അതുപോലൊക്കെ അരിഞ്ഞ് അതേ ഷേപ്പിന് അതേ ടേസ്റ്റിനൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വലുതായിട്ടരിഞ്ഞ്. മറ്റേ നമ്മൾ കൊത്തി കൊത്തി അരിയത്തില്ലേ തോരൻ വയ്ക്കാൻ, ഇതങ്ങനല്ല. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് സവാളയും വഴറ്റി ക്യാബേജും ഇട്ട്. അപ്പോൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു ശകലം വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ വേവിച്ചത്. അത് വേവണമല്ലോ, ക്യാബേജിന് കുറച്ച് വേവുണ്ടല്ലോ, വലുതായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞ് മുളക് പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് വഴറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ അവിടെ റെഡിയായി. അപ്പോൾ തോരനായി കഴിഞ്ഞ് ഞാനിനി അടുത്ത് കൂട്ടാൻ വെക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ എടുത്ത് പുറമേ നോക്കിയപ്പോൾ പച്ച പോലെ തോന്നി. അത് കഴിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയപ്പോഴാണ് അത് പഴുത്ത മാങ്ങയായി. അപ്പോൾ അങ്ങനെ ഞാൻ അവന് വേണമെങ്കിൽ 2 കഷ്ണം കൊടുക്കാമെന്ന് വിചാരിച്ച് അവനെ വിളിച്ച് അവന് കൊടുത്തപ്പോൾ ഉണ്ട് അവനെ കൂട്ടാൻ വെക്കണ്ട, അതവൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. കണ്ടോ, നല്ല മാങ്ങ, നല്ല മധുരമുള്ള അടിപൊളി മാങ്ങ. പിന്നെ ഞാൻ എന്തോ ചെയ്തു, അതവൻ അരിഞ്ഞു കൊടുത്തല്ല, എന്തോ ചെയ്യാൻ, അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. കൂട്ടാൻ വെക്കണ്ടേന്നല്ലോ. കണ്ടോ, കൂട്ടാൻ വെക്ക മാങ്ങ എടുത്ത് വെച്ച് തിന്നു. എന്നാൽ ഇത് അരിഞ്ഞു തരാം, തിന്നു. ഞാൻ വേറെ കൂട്ടാൻ വെച്ചോളാം. വല്ല കാര്യം ഉണ്ടായിരുന്നോ? പഠിച്ചുകൊണ്ടിരുന്ന ചെറുക്കൻ അതിനെ വിളിച്ചു വരുത്തി 2 കഷ്ണം മാങ്ങ കൊടുത്തേക്കാന്ന് വെച്ചപ്പോൾ കൂട്ടാൻ വെക്കണ്ട, തിന്നാൻ മതി. ശരി, എന്നാ തിന്നു. ഞാനതെല്ലാം അരിഞ്ഞു, ഇനി അവന് കൊണ്ട് കഴിക്കാൻ കൊടുക്കുക. അല്ലാണ്ട് ഞാൻ മാങ്ങാണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങാണ്ടി വെച്ച് ഞാൻ നമ്മുടെ മാങ്ങാ ചാർ ഉണ്ടാക്കും. സ്പൂണ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി ബുക്കിലൊന്നും ആവണ്ട. മധുരമുണ്ടോ?
മാങ്ങാണ്ടി വേണോ എനിക്ക്? വേണ്ടല്ലോ. അപ്പോൾ മാങ്ങാണ്ടി എടുത്തോട്ടെ ഞാൻ. ക്യാബേജൊക്കെ വെന്തു, വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് തീ കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി, ബാക്കി വെള്ളവും കൂടെ വലിയാനുണ്ട്. അതെല്ലാം വലിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതിയേ, എരിവുള്ള മുളക് പൊടിയാണ്. എരിവിനനുസരിച്ചിട്ടോണം. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവ് കൂടെ നോക്കി വേണം ഇടാൻ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഈ മുളക് പൊടിയുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് ഇളക്കിയാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി. നമ്മുടെ തോരൻ റെഡിയായി. ഇനി നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ആ മാങ്ങാണ്ടി മേടിച്ചുകൊണ്ട് വന്നു. ഇനി ഇതിനായിട്ട് കുറേ സാധനങ്ങൾ വേണം. കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, മുളക്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ മുളക് പൊടി വേണം. നമുക്ക് കടുക് വറക്കാം. ആദ്യം കടുക് ഇടാം, പിന്നെ മുളക്, കുറച്ച് ഉലുവ, ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറേ പൊടികൾ ഇടാനുണ്ട്. മുളക് പൊടി ഇടാം, അത് പിന്നെ കുറച്ച് കായപ്പൊടി, കുറച്ചായിട്ട് വീഴുന്നില്ല. കായപ്പൊടി ഇട്ടു. ഇനി ഒന്നാക്കിയിട്ട് നമ്മുടെ മാങ്ങ ഇടാം. കണ്ടോ, മാങ്ങാണ്ടി മാത്രമേ എത്തിയുള്ളൂ. അത് മതി, സാരമില്ല, കഴിച്ചോട്ടെ. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മാങ്ങാണ്ടിയിലുള്ള ദശയെല്ലാം ഇനി വെന്ത് വരാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നല്ലോണം വെന്ത് അതിൻ്റെ ആ ദശയെല്ലാം ഇറങ്ങി വരണ്ടേ. തീ കൂട്ടി വെക്കാം. ഇനി ഇത് വേവട്ടെ. ഇവിടെ കാണാം. ഉപ്പും മഞ്ഞളും ഇടാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞളും ഒക്കെ ഇട്ടു. ഇത് മൊത്തം മാങ്ങ കഷ്ണം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ പഴുത്തപ്പോൾ അവന് തിന്നാൻ വേണമെന്നാണ് പിന്നെ കൊടുക്കണ്ടേ. ഇനി ഇത് വേവട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴമാങ്ങ ചാർ റെഡിയായി കേട്ടോ. കണ്ടോ, മാങ്ങാണ്ടിയിലുള്ള ദശ മുഴുവനും ഈ വെള്ളത്തിനകത്തോട്ട് അലിഞ്ഞു ചേർന്നു, വെന്ത് ഉടഞ്ഞു ചേർന്നു. അപ്പോൾ വെള്ളം നല്ല കൊഴുത്ത് വന്നു, മാങ്ങാണ്ടിയിലുള്ള ദശ മുഴുവനിനകത്താവുകയും ചെയ്തു. ഇതിന് എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയും വെള്ളം വേണം. കണ്ടോ, നല്ല കൊഴുത്ത വെള്ളമാണ്. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ സമയമായി. നമ്മുടെ ഊണൊക്കെ റെഡിയാക്കി. നല്ല ചോറ്, പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ, പിന്നെ ഇത് നമ്മുടെ സ്ഥിരം വിഭവമാണല്ലോ, അറിയാമല്ലോ, ഉപ്പും. ഇതാണ് നമ്മുടെ പഴമാങ്ങാച്ചാർ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഉണ്ണാം. അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കൊള്ളാൻ നല്ല അടിപൊളി വിഭവമാണ്. അതിൻ്റെ
കഷ്ണമൊക്കെ അവൻ തിന്നേ ഉള്ളൂ. അതിൻ്റെ മാങ്ങാണ്ടി കിട്ടി, അതിലുള്ള ദശയെല്ലാം അതിലുണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളി ഊണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.